ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രാഫിംഗ് ആണ് നമുക്ക് വരുന്നത്. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഞാൻ ഒരു 2-3 ഇതാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ എക്സസൈസിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു 5 ആണ്. നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ് ആണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ ഒരു ലൈൻ ആണെന്ന് നമുക്കറിയാം അല്ലേ, വിച്ച് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. അപ്പോൾ ഞാനത് ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. മോഡ് സെഡ് മൈനസ് 3i ഈസ് ഈക്വൽ ടു 2. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാമോ. നിങ്ങൾ ഓൾറെഡി മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ എന്ന് പറയുന്നത് സർക്കിളാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡ് ഇത്തിരി സാധാരണ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ എന്നുള്ളത് സർക്കിളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ സർക്കിളാണെന്ന് അറിഞ്ഞെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സെഡ് നോട്ട് ഈക്വൽ ടു 3i ആണ് വരുന്നത്. 3i എന്ന് പറഞ്ഞാൽ നമുക്ക് 0 പ്ലസ് i3 എന്ന് എഴുതാം. അപ്പോൾ സെൻറ്ററാണ് സെറ്റ് നോട്ട് വരുന്നത് അല്ലേ. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് സെറ്റ് നോട്ട്. അപ്പോൾ സെൻറ്റർ 0-3യും റേഡിയസ് റോയാണ് റേഡിയസ് വരിക. അപ്പോൾ റേഡിയസ് റോയും വരുന്ന സർക്കിളാണിത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഈക്വൽ ടു 2 വരും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് സെൻറ്റർ 0-3 വരും. ആൻഡ് ഇറ്റ് ഈസ് എ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതാ 0-3 സെൻറ്റർ വരുന്ന 2 റേഡിയസിലുള്ള ഈ സർക്കിൾ വരച്ചു വെച്ചാൽ മതി. അതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അതല്ല എങ്കിൽ വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോഡ് സെഡ് മൈനസ് 3i ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ സെഡ് ഉണ്ടോ അവിടെയൊക്കെ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ജനറൽ മെത്തേഡ്. അപ്പോൾ നമുക്കിത് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 3i ഈക്വൽ ടു 2 എന്ന് വരും. ഇമാജിനറി പാർട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മോഡ് എക്സ് പ്ലസ് വൈ മൈനസ് 3 ഇൻറ്റു വൈ ഈക്വൽ ടു 2 എന്ന് വരും. മോഡുലസിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 2 സൈഡും ഒരേ സമയം സ്ക്വയർ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. ഇത് നമുക്കറിയാം ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. കാരണം സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. എച്ച് കെ സെൻറ്റർ ആൻഡ് റേഡിയസ് എ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എച്ച് 0 ആണെന്നും കെ 3 ആണെന്നും കിട്ടും. അപ്പോൾ 0-3 ആണ് അതിൻ്റെ സെൻറ്റർ വരിക. പിന്നെ എ സ്ക്വയറിൻ്റെ പ്ലേസിൽ ഇവിടെ 4 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 2, റേഡിയസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 0-3 സെൻറ്റർ വരുന്ന റേഡിയസ് 2 വരുന്ന സർക്കിളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സർക്കിൾ വരച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞത് ഇതാ ഞാൻ രണ്ടാമതാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ മെത്തേഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇത് ഓർമ്മയിൽ നിൽക്കുന്നത് ഇതാണ് എങ്കിൽ ഇത് എഴുതിക്കോളൂ. അതല്ല ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ, പഠിച്ചിരിക്കുന്ന ആ ഫോം അഥവാ ഓർമ്മയില്ല എങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റിയിട്ട് ആ സർക്കിളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, അടുത്ത സെറ്റ് പ്രോബ്ലംസ്. സ്കെച്ച് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ ഈ ഫസ്റ്റ് സെറ്റിന്റെ കുറേ എക്സാമ്പിൾസ് എക്സസൈസിലുണ്ട്. എല്ലാം ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. മൊത്തം എക്സസൈസ് ഞാൻ എല്ലാത്തിനും സാമ്പിളായിട്ട് കുറച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്കെച്ച് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ സാറ്റിസ്ഫൈങ് ദ ഗിവൺ ഇൻഇക്വാലിറ്റി. ഡിറ്റർമിൻ വെദർ ദ സെറ്റ് ഈസ് എ ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് അല്ലേ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓപ്പൺ എങ്ങനെയാണ് നോക്കട്ടെ എന്ന് കുറേ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കണക്റ്റഡ് എങ്ങനെയാണ് നോക്കട്ടെ എന്ന് ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. പോളിഗണൽ ലൈൻസ്, ഏത് 2 പോയിന്റ്സ് എടുത്താലും അതിനെ തമ്മിൽ പോളിഗണൽ ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് കുറേ ലൈൻ സെഗ്മെന്റുകൾ യൂസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 3 ആണ്. നമുക്കറിയാം സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, എൻ അല്ല കേട്ടോ, ഇത് എക്സ് ആണ്. എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ വൈ ഗ്രേറ്റർ ദാൻ 3 ആണ്. വൈ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. 3 എന്ന് പറയുന്ന ആ പോയിന്റ്സ്, ഈ പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല. വൈ ഈക്വൽ ടു 3യിലുള്ള പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല. അവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുക. പിന്നെ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള പോർഷനാണ് വരുന്നത്. നമുക്കറിയാം ഇങ്ങനെയുള്ളത് വൈ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഓപ്പൺ ആണെന്ന് നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന് ഏത് പോയിന്റ് എടുത്താലും അതിന് ചുറ്റും നമുക്കൊരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള നൈബർഹുഡ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിൽ അതിന് ചുറ്റും ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ക്ലോസ്ഡ് ആവുമ്പോഴാണ്, ബൗണ്ടറി വരുമ്പോഴാണ് നമുക്ക് ഓപ്പൺ അല്ലാതെ വരുള്ളൂ. അതുപോലെ തന്നെ ഇത് കണക്റ്റഡ് ആണ്. കാരണം ഇതിൽ ഏത് 2 പോയിന്റ്സ് എടുത്താലും അതിന് ലൈൻ സെഗ്മെന്റ്സ് വെച്ച് ഇതിൽ തന്നെ ലൈ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്സ് ആയിരിക്കണം. ഇതിൽ തന്നെ കിടക്കുന്ന ലൈൻ സെഗ്മെന്റ്സ് യൂസ് ചെയ്ത് ഏത് 2 പോയിന്റ്സിനെയും
യോജിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ഇതിൽ തന്നെ ഏത് 2 പോയിന്റ്സ് എടുത്താലും നമുക്ക് കുറേ ലൈൻ സെഗ്മെന്റ്സ് യൂസ് ചെയ്ത് അവരെ യോജിപ്പിക്കാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ലൈ ചെയ്യുക, ഇതിന് പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇത് ഓപ്പണും ആണ് കണക്റ്റഡും ആണ്, അതുകൊണ്ട് ഇതൊരു ഡൊമൈൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് -1 ലെസ് ദാൻ 4 ആണ്. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം. സെഡ് -1 എന്ന് പറഞ്ഞാൽ x-1 പ്ലസ് ഐ വൈ. ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതി, റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതി, അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് -1 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ x-1 ലെസ് ദാൻ 4. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഇക്വാളിറ്റിയിൽ ത്രൂ ഔട്ട് ഒരു 1 ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് വരും. കണ്ടോ, ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ആ റീജിയൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 3യും ഇൻക്ലൂഡഡ് അല്ല, 5ഉം ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് അവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം. പിന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള റീജിയനാണ് നമുക്ക് വരിക. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് ഉള്ളിലത്തെ ഏത് പോയിന്റ് എടുത്താലും അതൊക്കെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആയിട്ട് വരും. കാരണം അതിന് ചുറ്റുമുള്ള നമ്മുടെ നൈബർഹുഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഈ ബൗണ്ടറിയിലേക്ക് ഇങ്ങോട്ട് നീങ്ങി വന്നാലും നമുക്ക് റേഡിയസ് വളരെ കുറച്ചായിട്ട് അതിൻ്റെ നൈബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ബൗണ്ടറി പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഓപ്പൺ സെറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് സംശയമില്ല, ഓപ്പൺ ആണ്. പിന്നെ കണക്റ്റഡും ആണ്. ഇവിടെയോ അത് ഏത് 2 പോയിന്റ്സ് എടുത്താലും അതിന് ലൈൻ സെഗ്മെന്റ്സ് വെച്ച് കണക്ട് ചെയ്തുകൂടെ? ആ ലൈൻ സെഗ്മെന്റ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും ചെയ്യും, പുറത്തേക്ക് പോകണില്ല. ആ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇതിൻ്റെ എവിടെയെങ്കിലും ഹോള് വരികയാണെങ്കിൽ മാത്രമേ ആ പുറത്തേക്ക് പോവുള്ളൂ. എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രശ്നം വരുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഇത് ഓപ്പണുമാണ് കണക്റ്റഡും ആണ്. അതുകൊണ്ട് ഇതൊരു ഡൊമൈൻ ആണ്. ഇതുപോലെ ഇതിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ വേറൊരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് ആംഗിൾ വെച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഒരു സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തന്നതാണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർഗ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/3 എന്ന് പറയുമ്പോൾ ആംഗിൾ വെച്ചിട്ട് അവിടെ പറയുന്നത്. ആംഗിൾ എപ്പോഴും 0-ൻ്റെയും 2π/3 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിയാണ് വരുന്നത്. അതിൻ്റെ ഇടയിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ റീജിയൻ കംപ്ലീറ്റ് വരും. ഇനി ഇവിടെയുള്ള എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും വരും കേട്ടോ. കുറച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു റീജിയനാണ് ആർഗ്യുമെന്റ് വെച്ച് പറയുമ്പോൾ. ആർഗ്യുമെന്റ് വെച്ച് പറയുമ്പോൾ ആംഗിൾ വെച്ച് നോക്കിക്കോളൂ കേട്ടോ. തീറ്റയുടെ വാല്യൂസ് വെച്ചിട്ട് നോക്കിക്കോളും. അപ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 0യും ഇൻക്ലൂഡഡ് ആണ്, 2π/3യും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഡോട്ടഡ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഈ 2 ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ബൗണ്ടറി പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് അതിന് ചുറ്റുമുള്ള ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്താൽ അത് കുറച്ച് പോയിന്റ്സ് ഈ സെറ്റിൻ്റെ ഉള്ളിലും വരും, കുറച്ച് പോയിന്റ്സ് ഈ സെറ്റിന് പുറത്തും വരും. അപ്പോൾ ആ ബൗണ്ടറി പോയിന്റ്സ് അവിടെ വരുന്നത് കൊണ്ട് അതിൻ്റെ നൈബർഹുഡ് കംപ്ലീറ്റ്ലി ഈ റീജിയൻ്റെ ഉള്ളിൽ കിടക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ അല്ല. ആ ബൗണ്ടറി പോയിന്റ്സ് വരുന്ന സെറ്റ് ഒന്നും ഓപ്പൺ അല്ലല്ലോ. ഇതിന് പകരം ഇവിടെ ലെസ് ദാൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ അതേ ലെസ് ദാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ആ ബൗണ്ടറി പോയിന്റ്സും കൂടി അവിടെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഓപ്പൺ അല്ല. പക്ഷെ ഇത് കണക്റ്റഡ് ആണ് കേട്ടോ. ഇതിൽ ഏത് 2 പോയിന്റ്സ് എടുത്താലും അവിടെ ലൈൻ സെഗ്മെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ലൈൻ സെഗ്മെന്റ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഓപ്പൺ അല്ലല്ലോ. അപ്പോൾ അത് ഡൊമൈൻ ആവില്ല. ഓക്കെ, ഓപ്പണും കണക്റ്റഡും ആയാൽ മാത്രമാണ് അത് ഡൊമൈൻ ആവുള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മോഡ് സെറ്റ് -i ഗ്രേറ്റർ ദാൻ 0 അതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ സെഡിന് x പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ മോഡുലസ് ഒക്കെ എടുത്ത് കണ്ടോ, ഞാൻ ചെയ്തിരിക്കണം കണ്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ മെത്തേഡ്. ഈ രീതിയിൽ ചെയ്തു വരണം. √(x² + y-1 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യുക. നമ്മളതിനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് മനസ്സിലാവണമെങ്കിൽ റൂട്ടിൽ കിടന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ റൂട്ട് മാറ്റാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. അപ്പോൾ x² + y-1 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഏകദേശം സർക്കിൾ പോലെയാണ്, പക്ഷേ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതായത് 0, 1 സെൻറ്റർ ആയിട്ട് വരുന്ന റേഡിയസ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന സർക്കിൾ അല്ല റേഡിയസ്, അതിൻ്റെ ഇത് ഗ്രേറ്റർ ദാൻ 0 വരണം. അപ്പോൾ നോക്കി, ഗ്രേറ്റർ ദാൻ 0 വരണം എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റാണ് സെൻറ്റർ വരുന്നത്. ഇതിൻ്റെ റേഡിയസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഏത് വേണമെങ്കിലും വരാം അല്ലേ. ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരണം എന്ന് പറയുമ്പോൾ ഇതിന് പുറത്തുള്ള ഏത് റേഡിയസിൽ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ എല്ലാ റേഡിയസിനെയും പരിഗണിച്ച് മൊത്തത്തിൽ അപ്പോൾ ഈ പോയിന്റ് ഒഴികെ ബാക്കി എല്ലാതും ഈ സെറ്റിനകത്ത് വരും. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഏത് റേഡിയസിലുള്ള പോയിന്റ്സ് വേണമെങ്കിലും വരാമല്ലോ.
അപ്പോൾ എല്ലാ പോയിന്റ്സും വരും. അത് ഓപ്പണുമാണ് കണക്റ്റഡുമാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നുവെങ്കിൽ ഈ പോയിന്റ് പ്രശ്നമായേനെ. പക്ഷെ ഇത് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ബൗണ്ടറി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പണുമാണ് കണക്റ്റഡുമാണ്. അതുകൊണ്ട് ഇതൊരു ഡൊമൈനാണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ദാറ്റ് സാറ്റിസ്ഫൈസ് മോഡ് സെറ്റ് പ്ലസ് 1 ഈക്വൽ ടു മോഡ് സെറ്റ് മൈനസ് ഐ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. സെറ്റിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. മോഡിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ മോഡുലസ് എടുക്കുക. ഫോർമുല അപ്ലൈ ചെയ്ത് മോഡുലസ് എടുക്കുക. റൂട്ട് മാറ്റാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. അപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലായി. ഇനി അതിനെ സോൾവ് ചെയ്തെടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ അതൊരു ലൈൻ ഇക്വേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ഗ്രാഫ് ചെയ്യാൻ വാല്യൂസ് എടുക്കുന്ന പോലെ വാല്യൂസ് എടുത്തിട്ട് അതിനെ ഒന്ന് ഗ്രാഫ് ചെയ്യുക. എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്നുള്ള ലൈൻ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലുള്ള പ്രോബ്ലംസും എക്സസൈസിലുണ്ട്. കുറച്ചെണ്ണം ഞാനൊരു സാമ്പിൾ പോലെ ചെയ്തു തന്നേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.